നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഈ വീട്ടിൽ ഈ കുഞ്ഞിനെ വളർത്താൻ അവന്തിയുടെ സമ്മതം ആവശ്യമില്ല. ഇത് അനാഥയാണെന്ന് എഴുതി പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ഇതിനൊരു അമ്മയുണ്ട്, അർച്ചന എന്ന പേര്. സച്ചേട്ടാ, മോള് മോള് മോളെ തന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? ശിവേട്ടൻ മോളെ ഉപേക്ഷിച്ചു പോയതാ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ സച്ചിനോട് പറഞ്ഞിട്ടില്ലേ, ഏതെങ്കിലും ആപത്തിൽ ഞാൻ ചെന്ന് പെടുമ്പോ ഈശ്വരൻ എനിക്ക് തുണയായിട്ട് ആരെങ്കിലും അയക്കൂന്ന്. ദാ നിൽക്കുന്നു. ഓരോ ഉപകാരങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ സച്ചിനെ രക്ഷപ്പെടുത്തിയത് ഉൾപ്പെടെ. മാത്രല്ല, ഇനി ഞാൻ നന്ദി പറയുന്നില്ല. കാരണം ഒരു സഹോദരനോട് നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. മൈക്കിൾ അകത്തേക്ക് വാ. അയ്യോ വേണ്ട സച്ചി, ഈ തല്ലും പിടിയൊക്കെയായി അപ്പാടെ അഴുക്ക ദേഹം മുഴുവനും. മറ്റൊരു ദിവസം ആവട്ടെ. മൈക്കിൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാൻ കഴിയുന്നതല്ല. ശരിക്കും മൈക്കിളിന്റെ സ്ഥലം എവിടെ? വീട്ടിലാരൊക്കെയുണ്ട്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമില്ല സച്ചി. ഈ എല്ലായിടത്തും ഞാനുണ്ടാവും. അതെ, എല്ലായിടത്തും മൈക്കിൾ ഉണ്ടാവും, ഒരു ദൈവത്തെ പോലെ. നമ്മളെ പോലുള്ളവർക്ക് ആപത്ത് വരുമ്പോ ഇടപെടാനും പരിഹരിക്കാനും സാക്ഷാൽ ദൈവം തന്നെ നിയോഗിച്ച ആളാവും മൈക്കിൾ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ മധ്യേ ഞാനുണ്ടാവും. വരട്ടെ. ശരി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? എന്താ അച്ഛ ഈ വീട്ടിൽ നടക്കുന്നേ? ഇത് ശിവരാമന്റെ കുഞ്ഞിനാണെന്ന് സച്ചി അർച്ചനയും പറയുന്നു. പക്ഷെ എനിക്ക് ആ ഉറപ്പൊന്നുമില്ല. ഏടത്തേക്ക് ആ ഉറപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കതൊരു വിഷയമല്ല. അച്ഛാ, എനിക്കറിയേ കുഞ്ഞിനെ പലവട്ടം ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാ. കുഞ്ഞ് ഇട്ടിരിക്കുന്ന ഉടുപ്പും കൈ കിടക്കുന്ന വളയും ഒക്കെ ഞാൻ മുമ്പ് ശിവേന്റെ വീട്ടിൽ ചെന്നപ്പോ മൂക്ക് ഞാൻ തന്നെ വാങ്ങി കൊടുത്തിട്ടുള്ളതാ. ശിവേട്ടൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയപ്പോ ഭിക്ഷക്കാരിയുടെ കൈ കിട്ടിയതാവാനേ സാധ്യതയുള്ളൂ. വെറുതെ അർച്ചന ഇല്ലാക്കഥ പറഞ്ഞ് ആരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട.
ഈ ലോകത്ത് ഇതുപോലത്തെ ഉടുപ്പും വളകളും ഒക്കെ ഒരുപാടുണ്ട്. അത് വെച്ചിട്ടാണോ ആളെ തിരിച്ചറിയുന്നത്? എവിടെയോ കിടക്കുന്ന ഭിക്ഷക്കാരിയുടെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കയറി വന്ന് ഇവിടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതെങ്ങനെയാ അച്ഛാ അനുവദിക്കാൻ പറ്റുന്നത്? എടുത്തി ശിവേട്ടന്റെ കുഞ്ഞെന്ന് അർച്ചനടുത്ത് സച്ചേട്ടനും ബോധ്യമുണ്ടെന്നല്ലേ പറയുന്നത്? ഭാര്യ മരിച്ചു, ശിവേട്ടനാണെങ്കിൽ ഇപ്പൊ എവിടെയാണെന്നും അറിയില്ല. അപ്പോ ഈ കുഞ്ഞൊരു അനാഥയാ. അതിനെ അർച്ചനടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിലിപ്പോ എന്താ തെറ്റ്? ഇതൊരു അനാഥാലയം അല്ല, അത് തന്നെ അർച്ചന ചെയ്ത തെറ്റ്. ഇനി അർച്ചന പറയുന്നത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അനാഥ കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് ആണെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ ഓർഫനേജിൽ കൊണ്ടാക്കാം. അവിടെ ഇതുപോലെ ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകത ഈ കുഞ്ഞിനുള്ളത്? എന്ത് കാരണം പറഞ്ഞാലും ശരി, ഈ അനാഥ കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ വീട്ടിൽ ഈ കുഞ്ഞിനെ വളർത്താൻ അവന്തികടത്തിയുടെ സമ്മതം ആവശ്യമില്ല. ഇത് അനാഥയാണെന്ന് എടുത്തി പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ഇതിനൊരു അമ്മയുണ്ട്, അർച്ചന എന്ന പേര്. ഞാൻ ഈ കുഞ്ഞിനെ എന്റെ മോളെ പോലെ തന്നെ ഇവിടെ വളർത്തും. എന്റെ സച്ചേട്ടനില്ലാത്ത ഒരു വിഷമവും ഇവിടെ വേറെ ആർക്കും വേണ്ട. എന്റെ സച്ചേട്ടന്റെ മോളായി തന്നെ ഇവൾ ഇവിടെ വളരും. ഇതിന്റെ പേരിൽ വരുന്ന എന്ത് ഭവിഷ്യത്താണെങ്കിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. നീ മാത്രമല്ല ഭവിഷ്യത്ത് നേരിടാൻ പോകുന്നത്, ഇവിടെയുള്ള ബാക്കി എല്ലാരും കൂടിയാ. നീ ദത്തെടുക്കുന്നതും വളർത്തുന്നതും ഒക്കെ നിന്റെ കാര്യം. അവസാനം എന്റെ തള്ളയോ തന്തയോ അതിപ്പോ വല്ല പിച്ചക്കാരാണെങ്കിൽ അവരെങ്ങാനും ഇവിടെ കയറി വന്ന് അവരുടെ കൊച്ചാണെന്നെങ്ങാൻ തെളിയിച്ച എല്ലാരും കൂടെ അകത്തു പോവും. നിന്റെ മാതൃസ്നേഹം അല്ല നിയമം. നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. അങ്ങനെ നിനക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ നമ്മുടെ ഓർഫനേജിൽ നിന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യ. അല്ലാതെ റോഡരികിൽ പ്രസവിച്ചതിനെയും ഭിക്ഷ തണ്ടി നടക്കുന്നതിനെയൊക്കെ നീ എടുത്ത് ഇടുപ്പി വെച്ച് കൊണ്ടുവരുന്ന എന്തിനാ? ഇത് ശിവരാമേട്ടന്റെ മോളാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഇതൊരു ഭിക്ഷക്കാരുടെയും കുഞ്ഞല്ല. അർച്ചനയ്ക്ക് മാത്രമല്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. ഇത് ശിവേട്ടന്റെ കുഞ്ഞ് തന്നെയാ. അവന്തികടത്തും കണ്ടിട്ടുള്ളല്ലേ ഈ കുഞ്ഞിനെ? ഞാൻ ഇവൾക്ക് കരിയും വളയൊന്നും വാങ്ങിക്കൊടുക്കാത്തോണ്ട് എനിക്ക് ഓർമ്മയില്ല. അർച്ചനേട്ടത്തി ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നതാണോ അതോ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നതാണോ ചേച്ചിയുടെ പ്രശ്നം? ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത് തന്നെ. അതില് അനക്കിനി ഒരു സംശയം വേണ്ട. അങ്ങനെ എവിടെയെങ്കിലും കിടക്കുന്നതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വളർത്താൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.